भगवतो हरतु सम्मा सम्बुद्धस्य बुद्धं शरणं गच्छामि धम्मं शरणं गच्छामि संघं शरणं गच्छामि द्वितीयंपि बुद्धं शरणं गच्छामि तृतीयंपि बुद्धं शरणं गच्छामि तृतीयंपि धम्मं शरणं गच्छामि तृतीयंपि संघं शरणं गच्छामि पाणातिपाता वेरमणि सिक्खापदं समादयामि आदिन्नदाना वेरमणि सिक्खापदं समादयामि कामेषु मिच्छाचारा वेरमणि सिक्खापदं समादयामि मूसावादा वेरमणि सिक्खापदं समादयामि सूरामेरमज्जयपमादठाना वेरमणि सिक्खापदं समादयामि नमो बुद्धाय नमो धम्माय नमो संघाय सारा दुनिया को सुखी रखे सारे प्राणी मात्रा को सुखी रखे साधु 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 ജീവിക്കുന്നു, ചിലർ ജോലി മറ്റേ ആൾക്കാരെ സേവ ചെയ്യുന്നു, ചിലർ ക്ലീനിങ് ചെയ്യുന്നു, ചിലർ മനുഷ്യർക്ക് വേണ്ടിയുള്ള ധർമ്മോപദേശം നൽകുന്നു. അങ്ങനെ പല രീതിയിലാണ് വ്യക്തികൾ ജീവിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് തോന്നി ഞാനെങ്ങനെ ജീവിക്കണമെന്ന് നോക്കിയപ്പം ആർക്കൈവ് സ്റ്റഡി, അതായത് പുരാവസ്തുക്കളുമായി ബന്ധപ്പെട്ട പഠനങ്ങളിൽ കേന്ദ്രീകരിക്കാം എന്ന് അദ്ദേഹം പ്ലാൻ ചെയ്തു. അതായത് നമ്മുടെ എല്ലാ ബുദ്ധമൂർത്തികളുടെയും ബുദ്ധിസ്റ്റ് മൂർത്തികളുടെയും എല്ലാത്തിൻ്റെയും അവിടെ എന്തെങ്കിലുമൊക്കെ കൊത്തുപണി ഉണ്ടാവും, എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ എഴുതി വെച്ചേക്കുന്ന സംഭവങ്ങൾ എന്താണെന്ന് പഠിച്ചു നോക്കണമെങ്കിൽ നമുക്ക് പാലി ഭാഷ പഠിക്കണം, അല്ലെങ്കിൽ പുരാതന ഭാഷ പഠിക്കണം.
അപ്പോൾ അത് വായിച്ച് പഠിച്ച് എന്താണ് അങ്ങനെ എഴുതിയേക്കുന്നത് എന്നുള്ളതാണ് അദ്ദേഹം ഗവേഷണം ചെയ്യുന്ന കാര്യം. फिर ऐसे करते करते पूरे भारत में हम लोग आर्काइव का काम करते हैं. അങ്ങനെ നിരവധി കാലങ്ങളായിട്ടുള്ള വർക്കിൻ്റെ ഫലമായിട്ട് ഇന്ത്യയിലുള്ള എല്ലാ പുരാതന സംസ്കാരങ്ങളുടെയും ശേഖരങ്ങളും ശേഖരിച്ചുകൊണ്ട് ആർക്കൈവ്, അതായത് ഈ പുരാതന ശേഖരങ്ങൾ ശേഖരിക്കുന്ന അദ്ദേഹം പഠനം നടത്തി വരികയാണ്. लेकिन इस माध्यम से हम बुद्ध का प्रचार प्रसार करते हैं. ഇങ്ങനെ ഇത്തരം വഴികൾ ചെയ്തുകൊണ്ടാണ് ബുദ്ധമതത്തിൻ്റെ പേരിലുള്ള അതിൻ്റെ വിശാലമായ ആശയങ്ങൾ പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് ഈ മാർഗത്തിലൂടെയാണ്, ഇങ്ങനെയുള്ള ആർക്കൈവ് പഠനങ്ങളിലൂടെ. ये बहुत टफ जॉब है. വളരെ ബുദ്ധിമുട്ടായ ഒരു കാര്യമാണ്, കാരണം ഇന്ത്യ മൊത്തം യാത്ര ചെയ്യേണ്ടത്. इसमें दौड़ना पड़ता है. ये मेरा पाँव ये क्या मुड़ता नहीं है. അദ്ദേഹത്തിൻ്റെ ഇദ്ദേഹത്തിന് 82 വയസ്സുണ്ട് കേട്ടോ. 82 വയസ്സുണ്ട്. 1956 അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ കൂടെ ബാബാ സാഹേബ് ഡോക്ടർ B.R. അംബേദ്കറിൻ്റെ കൺവെൻഷന് പങ്കെടുത്തിരുന്നു. അത് വലിയൊരു മഹത് വ്യക്തിയും കൂടിയാണ് ഡോക്ടർ. അദ്ദേഹത്തിൻ്റെ കാല് വൈകല്യമുണ്ട്, അതായത് വയസ്സായതിൻ്റെ പേരിൽ വൈകല്യമുണ്ട്. അപ്പോൾ അതിനകത്ത് കമ്പി ഇട്ടിരിക്കുകയാണ്. അതുകൊണ്ട് യാത്രയ്ക്ക് ബുദ്ധിമുട്ടാണ്, പലർക്കും സഹായം കിട്ടുന്നുണ്ട്. തൽക്കാലം നടക്കാറുണ്ട്. ബന്ദേജി थोड़ा आपका मास्क. लेकिन ये कोई उल्टे होने के बाद का मैटर नहीं है. നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം ഒരു ഭിക്ഷു ആകുന്ന ശേഷം ചെയ്യേണ്ട കാര്യമല്ല. संस्कार जो है हमारे पिताजी अम्बेडकर के साथ रहते थे. അദ്ദേഹത്തിൻ്റെ അച്ഛൻ അംബേദ്കറിനൊപ്പം തന്നെ ഉണ്ടായിരുന്ന ആളാണ്. इसलिए हमारे पर संस्कार सोशल संस्कार होते हैं. അങ്ങനെ സാമൂഹ്യപരമായിട്ടുള്ള കാര്യങ്ങൾ ഉത്തരവാദിത്വപൂർവ്വമായിട്ട് ചെയ്യാനുള്ള ഒരു സംസ്കാരം നമുക്കെല്ലാവർക്കും ഉണ്ട്. हम जो बनते बने तो वो सोच समझ कर बने कि हमको सोशल लाइन में जाना है. അങ്ങനെ ഞാൻ ഭിക്ഷുവാകാനുള്ള കാരണം ഈ സാമൂഹ്യപരമായ കാര്യങ്ങൾ ഉത്തരവാദിത്വപൂർവ്വം ഏറ്റെടുക്കാൻ വേണ്ടിയാണ് ഞാൻ ഭിക്ഷുവായി എന്നുള്ളതിൻ്റെ പ്രധാനമായ കാര്യം. और आज मेरे पास कोई पैसा कौड़ी नहीं है. ഇന്ന് എൻ്റെ കയ്യിൽ 5 പൈസ എൻ്റെ കയ്യിലില്ല, വരുമാനം എൻ്റെ കയ്യിലില്ല. लेकिन मैं सुखी हूँ. പക്ഷേ ഞാൻ വളരെ സന്തോഷത്തോടും സമാധാനത്തിലും ജീവിക്കുന്നു. मैं केरल में रहने दो, देश का किसी न किसी अखबार में मेरा नाम आता है. मैं कहाँ भी रहूँ, देश का बेस्ट पेपर में मेरा नाम ऑटोमेटिक आता है. ഞാനിപ്പോൾ കേരളത്തിൽ വന്നത് ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് അറിയത്തില്ല, പക്ഷേ ഏതെങ്കിലും മാധ്യമങ്ങളിൽ ഞാൻ വന്ന് അറിയുവാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ പേരിൽ നിന്ന് വാർത്തയും പത്രങ്ങളിൽ വരാൻ സാധ്യതയുണ്ട്. टीवी में नाम आता रहता है. ടി വിയിലും വേണമെങ്കിൽ ഇതിൻ്റെ വാർത്തയും ചാനലിലേക്ക് വരാൻ സാധ്യതയുണ്ട്. ഞാൻ വന്ന് അറിഞ്ഞിട്ടുണ്ട്. इसलिए ये बुद्ध ने बाबा साहब ने मुझे सब कुछ दिया है. അതുകൊണ്ട് ഭഗവാൻ ബുദ്ധൻ്റെയും ബാബാ സാഹേബ് ഡോക്ടർ B.R. അംബേദ്കറിൻ്റെയും ആശയങ്ങളാണ് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുന്നോട്ട് നയിക്കാൻ വേണ്ടി നമുക്ക് എല്ലാ ദാനവും തന്നത്. ये बात जरूर है कि मैं अन्याय के खिलाफ भी लड़ता हूँ. अन्याय के खिलाफ भी जस्टिस के लिए संघर्ष करता हूँ. അതായത് സാമൂഹ്യ നീതിക്ക് വേണ്ടിയുള്ള ഒരു വലിയ ഉത്തരവാദിത്വമാണ് അല്ലെങ്കിൽ വലിയ വിപ്ലവമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. अभी भारत सरकार में मेरा फोटो का एल्बम निकाल रहे हैं. अजय सर ने देखा है वॉल्यूम मेरा. അദ്ദേഹത്തിന് ഒരു പുസ്തകം ഇറക്കിയിരുന്നു. ഇന്ത്യ മൊത്തമുള്ള ഇങ്ങനെയുള്ള സംസ്കൃതികളെ പറ്റി പഠിച്ചിട്ട് ഒരു പുസ്തകം ഇറക്കിയിരുന്നു. അപ്പോൾ ആ പുസ്തകത്തിനകത്ത് ഇന്ത്യ ഗവൺമെൻറ് തന്നെ നേരിട്ട് വന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ ഫോട്ടോ എടുത്ത് ഇന്ത്യ ഗവൺമെൻറ് തന്നെ പ്രസിദ്ധീകരിക്കുകയും ഇത്തരത്തിലുള്ള ഭാരത സംസ്കാരങ്ങൾ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് പുരസ്കാരം കിട്ടുകയും ചെയ്തു. ഞാൻ ഇന്നലെ കണ്ടായിരുന്നു. लेकिन केरल हमारा छूट गया. കേരളത്തിൻ്റെ കാര്യം ആ സമയത്തിൽ ആരും തന്നെ പറഞ്ഞു കേട്ടില്ല. എൻ്റെ മനസ്സിൽ നിന്നും അത് എനിക്കും അന്വേഷിക്കാൻ പറ്റിയില്ല. അതിൻ്റെ ഒരു പ്രശ്നം എനിക്കുണ്ട്. लेकिन ये जो हमारे अजय सर, तो मैं बेंगलोर आ गया था, तो बेंगलोर से हमने केरल जाने का मन बनाया. നമ്മുടെ ഒരു ആനന്ദബന്ധി നമുക്കറിയാലോ, മഹാബോധിയിലുള്ള ആനന്ദബന്ധയായിട്ടുള്ള സൗഹൃദം ഉള്ളതുകൊണ്ട് ആനന്ദബന്ധയെ കണ്ടപ്പോഴാണ് അദ്ദേഹം ഇങ്ങനെ കാര്യം പറഞ്ഞത്. അങ്ങനെ ചെന്നൈ വന്നു നമ്മളെയൊക്കെ കാണാനുള്ള ഭാഗ്യം അദ്ദേഹത്തിനുണ്ടായി. और यहाँ हमको अजय जी मिले. मैं जो बोल रहा हूँ वही ट्रांसलेशन. मैं इसलिए बोल रहा हूँ कि मैं आपका नाम मेरे साथ प्राप्त करूँ. यहाँ हमको अजय जी मिले. അങ്ങനെയാണ് എന്നെ പരിചയപ്പെട്ടത്, ഇവിടെ എത്തി. अजय बहुत एक्टिव है. ഞാൻ വളരെ ആക്റ്റീവാണെന്നാണ് അദ്ദേഹം പറയുന്നത്. अभी आपको रोज मिलते हैं इसलिए आपको ऐसा लगेगा नहीं, लेकिन स्टडी है, एक्टिव है और उनको सब लोगों ने साथ देना बहुत ज़रूरी है. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇത്തരം കാര്യങ്ങൾ ഒരുമിച്ചൊക്കെ പ്രവർത്തിക്കുന്നതുകൊണ്ട് തന്നെ ഭാവിയിൽ നമുക്ക് നമ്മുടെ കേരളത്തിലെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് വളരെ നല്ലൊരു കാര്യമാണ്. നന്നായിട്ട് ചെയ്യേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. अभी एक आदमी ने बोला कास्ट का सर्टिफिकेट चाहिए. मैंने दलित आदमी था, तो बोला कास्ट का सर्टिफिकेट चाहिए. ഇത് ഒരു കമ്മ്യൂണിക്കേഷൻ ഇടയിൽ ബുദ്ധിസ്റ്റ് സർട്ടിഫിക്കറ്റ്, ജാതി സർട്ടിഫിക്കറ്റ്. एक आदमी ने बोला कि मुझे
कास्ट का सर्टिफिकेट Okay. सर्टिफिकेट चाहिए दलित का। ഓക്കെ, ഒരാൾ പറഞ്ഞു എനിക്ക് കാസ്റ്റ് ജാതി സർട്ടിഫിക്കറ്റ് വേണമെന്ന് ഇദ്ദേഹത്തോട് പറഞ്ഞു. मैंने कहा भाई मैं दलित का तो नहीं दे सकता हूँ, लेकिन बुद्धिज़्म का दे सकता हूँ। അദ്ദേഹം പറഞ്ഞു എനിക്ക് എൻ്റെ ജാതി സർട്ടിഫിക്കറ്റ് എനിക്ക് തരാൻ പറ്റത്തില്ല, എൻ്റെ അതൊന്നുമില്ല, ബുദ്ധിസ്റ്റ് സർട്ടിഫിക്കറ്റ് തരാൻ എൻ്റെ ഉണ്ട്, അത് ഞാൻ തരാം. इसलिए मैंने मेरा डायरी निकाला, मेरा बुद्धिज़्म का 3 आइडेंटिटी कार्ड दिखाया। അങ്ങനെ എൻ്റെ ഡയറിക്കകത്ത് 3 ഐഡൻറ്റിറ്റി കാർഡ് എടുത്ത് അദ്ദേഹത്തെ കാണിച്ചു. तो एक मेरा आइडेंटिटी कार्ड में लिखा है कि बनते किसी को भी बौद्ध सर्टिफिकेट दे सकते हैं। ആ ഒരു കാർഡിനകത്ത് ബന്ധയ്ക്ക് ബുദ്ധ സർട്ടിഫിക്കറ്റ് കൊടുക്കാനുള്ള എല്ലാവിധ റൈറ്റും അവകാശം ഉണ്ട് എന്നുള്ളതായിരുന്നു ബുദ്ധ സർട്ടിഫിക്കറ്റ് പറഞ്ഞത്. इस समाज में एक चीज़ का बहुत ज़रूरी है, दुनिया में सारे जगह बुद्धिज़्म है, कम ज़्यादा, अमेरिका में भी है, लंदन में है, लेकिन प्योरली 42 कंट्री बुद्धिस्ट है। ലോകത്ത് എവിടെ പോയാലും നമുക്ക് വ്യത്യസ്തമായ ബൗദ്ധ സാധനങ്ങൾ കാണാൻ പറ്റും. അമേരിക്കയിലും ലണ്ടനിലൊക്കെ ബുദ്ധിസ്റ്റ് ആചാരങ്ങളൊക്കെ ഉണ്ട്. എങ്കിലും നമുക്കൊരു വളരെ സർവ്വമായിട്ട് ബുദ്ധമതത്തെ പരിപോഷിപ്പിക്കുന്ന ഒരു രാജ്യം എന്ന നിലയിൽ നമുക്ക് ഇന്ത്യയെയും നമ്മുടെ പ്രദേശത്തും കാണാൻ പറ്റും. हम दलित से मुक्ति पाया, लेकिन हम बौद्ध बन गए। നമ്മൾ ഈ ദളിത് ആശയങ്ങളിൽ നിന്നും നമ്മൾ മോചിക്കപ്പെട്ടിട്ട് നമ്മൾ ബൗദ്ധ ആശയങ്ങളിലേക്ക് കാണാൻ പറ്റും. लेकिन बौद्ध का कागज पत्र रिकॉर्ड नहीं है। ബുദ്ധൻ അതുകൊണ്ട് തന്നെ എവിടെയും അതിനുവേണ്ടി തെളിവായിട്ട് പത്രങ്ങളിലോ കടലാസിലോ ഒന്നും എഴുതി വെച്ചിട്ടൊന്നുമില്ല. और वो रिकॉर्ड नहीं होने से हमारे समाज को सरकार का स्कॉलरशिप नहीं मिल रहा है। അതുകൊണ്ട് തന്നെ അന്ന് അങ്ങനെ എഴുതി വെച്ചിട്ടില്ലെങ്കിലും ഇന്ന് നമ്മുടെ സാമൂഹിക അവസ്ഥയ്ക്ക് വേറൊരു കാര്യമുണ്ട്. അതിലൂടെ നമുക്ക് ഇതിനുള്ള പരിഹാരങ്ങളൊക്കെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ നിയമപ്രകാരം ചില പരിഹാരങ്ങളും ഒക്കെ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. एक सादा उदाहरण मैं बताता हूँ। ഒരു ഉദാഹരണം, ചെറിയ ഉദാഹരണം ഞാൻ പറയുന്നത്. भारत सरकार का माइनॉरिटी कमीशन, ഭാരത സർക്കാരിൻ്റെ കീഴിൽ മൈനോറിറ്റി പിന്നോക്ക വിഭാഗത്തിൻ്റെ ഒരു കമ്മ്യൂണിറ്റി माइनॉरिटी कमीशन माइनॉरिटी जात को सुनो, जात को पढ़ाई लिखाई आरक्षण पैसा सब कुछ देते हैं। മൈനോറിറ്റി കമ്മീഷൻ്റെ അകത്ത് തന്നെ ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസത്തിന് വേണ്ടി സേവനങ്ങൾക്ക് വേണ്ടി എല്ലാവിധ കാര്യങ്ങളും ചെയ്യാനുള്ള ഒരു വിഭാഗം വരുന്നുണ്ട്. इनको PhD करना है तो माइनॉरिटी स्कॉलरशिप देना, माइनॉरिटी पढ़ाई के लिए देना। അതായത് PhD ചെയ്യണമെങ്കിൽ മൈനോറിറ്റി സ്കോളർഷിപ്പ് കിട്ടും. അതായത് വേറെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ മൈനോറിറ്റി സ്കോളർഷിപ്പ്. लेकिन माइनॉरिटी का लोगों के दिमाग में बैठा है मुस्लिम, क्रिश्चियन, ईसाई, जैन और सिख। बुद्धिस्ट लोग तो भूल ही गए। പക്ഷേ നിർഭാഗ്യവശാൽ മൈനോറിറ്റിക്കകത്ത് ക്രിസ്ത്യാനി, ഇസ്ലാം, ജൈൻ, സിഖ് മാത്രമേ ഉള്ളൂ. ബുദ്ധിസ്റ്റുകളുടെ കാര്യം അത് വിട്ടുപോയി എന്നുള്ളതാണ്. हमको इस बात का दुख है, वो माइनॉरिटी वाले हमसे चिल्लाते यार आपके स्टूडेंट आना चाहिए। അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് ഈ ഒരു കാര്യം ശ്രദ്ധയിൽപ്പെടുത്തുകയും നമ്മുടെ മൈനോറിറ്റി ജനങ്ങളുടെ അത്രയും കാര്യങ്ങളിലേക്ക് കൊണ്ടുവരികയും ചെയ്യുക എന്നുള്ള വർക്കാണ് നമ്മൾ ചെയ്യുന്നത്. स्टूडेंट बहुत मिलते हैं हम, लेकिन वो कास्ट के सर्टिफिकेट और बुद्ध नहीं। അപ്പോൾ നമുക്ക് ഒത്തിരി വിദ്യാർത്ഥികളെ കിട്ടും. പക്ഷേ ജാതി സർട്ടിഫിക്കറ്റിനകത്ത് ജാതി സർട്ടിഫിക്കറ്റ് ബുദ്ധ എന്ന് വെച്ചെന്നുള്ള സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടാത്തതുകൊണ്ട് പലരും വന്നുകൊള്ളണമെന്നില്ല. इसलिए अपने शिक्षा कागज जरूरी है। അതുകൊണ്ട് നമ്മുടെ കൺവേർഷൻ സർട്ടിഫിക്കറ്റിൽ അതെന്ത് തന്നെ ആയിക്കോട്ടെ, ആ സർട്ടിഫിക്കറ്റിനകത്ത് മതപരിവർത്തന സർട്ടിഫിക്കറ്റിൽ നമ്മൾ ബുദ്ധിസ്റ്റ് ആയിട്ട് പരിവർത്തനം ചെയ്തുകൊണ്ട് എത്രയും പെട്ടെന്ന് മാറുക എന്നുള്ളതാണ് ഏറ്റവും വലിയ. कानून में कोई भी तकलीफ नहीं, നിയമപരമായിട്ട് ഇതിന് യാതൊരു തടസ്സവും നമുക്ക് മുന്നിലില്ല. बहुत ईजी है। വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ്. वो एक फॉर्म मिलता है, वो कलेक्टर को देना है बात। ഗവൺമെൻറ്റിൻ്റെ ഒരു ഫോമുണ്ട്, ആ ഫോമിനകത്ത് കളക്ട് ചെയ്യുക, പിന്നെ പേര് കൊടുക്കുക, അത് നമ്മൾ എവിടെയാണ് കൊടുക്കേണ്ടത് ജില്ലാ ഓഫീസിൽ കൊടുക്കുക, തഹസിൽദാർക്ക് कलेक्टर मुस्लिम पर ऑब्जेक्शन लेगा, अदर कास्ट पर लेगा, लेकिन बुद्धिस्ट पर ऑब्जेक्शन नहीं ले सकता। മറ്റ് കമ്മ്യൂണിറ്റികൾക്ക് വേണ്ടി ചിലപ്പോൾ കിട്ടിയേക്കാം, ബുദ്ധിസ്റ്റുകൾക്ക് കൊടുക്കാൻ സാധിക്കായിരിക്കാം, പക്ഷേ നിയമപരമായിട്ട് ഇപ്പോൾ കിട്ടി തുടങ്ങുന്നുണ്ട്. अभी आपने जितना लंबे से इधर बैठे हमारा राजस्थान खुशी लगा। आप सबका ये हमारी बेटी बहन भाई आप सब लोगों का मेरा आशीर्वाद है। अभी मैं आपको 5 शरण करता हूँ, आप सब करिए। इससे ज़्यादा तो इस वक्त बोलने लायक कुछ नहीं। रास्ते में बैठना लॉकडाउन के सिस्टम में, कोरोना के सिस्टम में, ये भी अच्छा नहीं। फिर भी आप बैठे, ये इसलिए आप असली आम्बेडकरवादी और बुद्धवादी। ഇവിടെ വന്ന് നിങ്ങളെല്ലാം കാണാൻ കഴിഞ്ഞതിലും നമുക്കെല്ലാം ഇവിടെ സമ്മേളിക്കാൻ കഴിഞ്ഞു അത്രയും സന്തോഷമുണ്ട്. നമുക്ക് പഞ്ചശീലത്തിൻ്റെ പറയാം, എന്തെങ്കിലും പറയാണ്ടെങ്കിൽ ഞാൻ പറയാം.